വ്യക്തിശുദ്ധിയുള്ളവരും അത്തരത്തിലുള്ള എല്ലാ തരത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നവരായിരിക്കണം എന്നാണ് എനിക്ക് കാര്യത്തിൽ മുന്നോട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മൾ മയക്കുമരുന്നിനെതിരെ സമരം പ്രഖ്യാപിക്കുമ്പോൾ മയക്കുമരുന്ന് കഴിച്ചിട്ട് പോയി സമരത്തിലിരിക്കുന്ന തരത്തിലുള്ള സാഹചര്യമാകരുത്. മദ്യത്തിനെതിരെ സമരം നടത്തുമ്പോൾ മദ്യം കഴിച്ചിട്ട് പോയിരിക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉള്ളവരായിരിക്കും. സാമൂഹ്യ നീതി പറയുമ്പോൾ സാമൂഹ്യ നീതി പാലിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ടവരായിരിക്കണം. അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കണം, വ്യക്തിശുദ്ധി ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങൾ 90% 100% തന്നെ അത് പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തികളിലെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരായി. വ്യക്തികൾക്ക് പോരായ്മകളുണ്ടാകും, ചിലപ്പോൾ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവന്റെ മുന്നിൽ 100% പറയുന്നത് തന്നെ 100% പ്രവൃത്തികളിലെത്തിക്കണം എന്നുള്ള തരത്തിലായിരിക്കണം സംഘടനയുടെ പ്രവർത്തനം. അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നമുക്ക് 10, 14, 1 ലക്ഷം മെമ്പർമാരെ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് അത്തരത്തിലുള്ള ചുരുങ്ങിയ ആൾക്കാരിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് അവരുടെ പിൽക്കാല ചരിത്രം മുൻപ് അവർ മോശമായിരുന്നു എന്നതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൂട്ടാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. മുൻപ് മോശമായിരുന്നവർ ഒന്നാമത് തയ്യാറായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ സ്വീകരിക്കാം. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് മോശം പ്രവണതകളുണ്ടെങ്കിൽ നമ്മളവരെ സംഘടനയുമായിട്ടും സഹകരിപ്പിക്കാതെ പോകുന്ന തരത്തിലായിരിക്കണം സംഘടന മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും അത് വളരെ നിർബന്ധമായിരിക്കണം. ആ നിർബന്ധത്തിൽ ഊന്നിൽ നിന്നുള്ള പ്രവർത്തനമായിരിക്കണം സാമൂഹ്യ നീതി ജാഗ്രത പ്രവർത്തനമാകുന്നത്. ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. നമ്മൾ 2014 ജനുവരിയിലാണ് രജിസ്റ്റർ ചെയ്തത്. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ 4 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഞാനിവിടെ പറയുകയാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയോടൊപ്പം സമസ്ത ജനവിഭാഗങ്ങളുടെയും പുരോഗതി ഉറപ്പാക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. രാജ്യം പുരോഗതി പ്രാപിക്കുന്നതാണ്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു, രാജ്യത്തിന് 100% പുരോഗതി 10-12 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 12 കൊല്ലം കൊണ്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഓരോരുത്തരും കിട്ടുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും എന്നല്ല, രാജ്യത്ത് 90% പേർക്ക് ലഭിക്കുന്നില്ല. രാജ്യത്ത് നമ്മുടെ വസ്തുവിനൊക്കെ വില കൂടുന്നുണ്ട്. വസ്തുവിന് വില കൂടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവന്റെ പുരോഗതി ആകുന്നില്ല. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ അവന് പോയി കിടക്കണമെങ്കിൽ, അവന് കിടപ്പാട് 5 സെന്റ് വിറ്റാൽ അവന് അടുത്ത 5 സെന്റ് കിട്ടണമെങ്കിൽ അവനെ ഈ പ്രദേശത്ത് നിന്ന് ആട്ടി ഓടിക്കുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും കാട്ടും പ്രദേശത്തേക്ക് പോകേണ്ടിയിരുന്നു. അവന്റെ മക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ഉണ്ടാവില്ല. അവസാനം അവൻ വാടകയ്ക്ക് പോയി കിടക്കുന്ന സാഹചര്യം വരും. പിന്നെ ആര് കൊണ്ടുപോകുന്നു? ഇവിടെ കുത്തുകളായിട്ടുള്ള ആൾക്കാർ വരികയും നോക്കണം. ഈ ബൈപ്പാസ് വികസിച്ചു കഴിഞ്ഞപ്പോൾ, ഈ സിറ്റിയിലുള്ള ബൈപ്പാസ് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ചുറ്റുപാടുന്നവർ ഉള്ളവരെല്ലാം വലിയ ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്. ഇന്ത്യയിൽ വലിയ ബിസിനസ്സുകാരാണ് അതിന്റെ ചുറ്റുപാടുന്ന സ്ഥലങ്ങൾ വാങ്ങിച്ച് അവരുടെ ബിസിനസ്സുകൾ നടത്തുന്നത്. അപ്പൊ ആ തരത്തിൽ ആൾക്കാരെ ആട്ടിപ്പായിക്കുകയാണ്. സമ്പത്തില്ലാത്തവനെ അവന് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അവനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കാട്ടും മൂലക്കേക്ക് മാറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് വികസനമുള്ളത്. അപ്പോൾ വസ്തുവിന് വില കൂടിയത് അല്ല വികസനത്തിന് കാരണം. വികസനം അത് അളവുപോലാക്കാൻ പാടില്ല. ഓരോ വ്യക്തികൾക്കും ഇന്നലെ 5 സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ 10 കൊല്ലം മുമ്പ് അവൻ 5 സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൻ എത്ര സെന്റുണ്ട്, എത്ര സ്ഥലമുണ്ട്, അവന്റെ കുടുംബം എത്രമാത്രം പുരോഗതി പ്രാപിച്ചു, അവന് 10 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന വരുമാനം ഇന്ന് എത്ര ശതമാനം വർദ്ധിപ്പിച്ചു, 12% 12 കൊല്ലം കഴിയുമ്പോൾ 100% ആയിട്ടുണ്ടോ അവന് വരുമാനം എന്ന് പരിശോധിക്കണം. ഇന്നിപ്പോ അതിന് നമുക്കറിയാം, കൊല്ലം ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് വസ്തുക്കൾക്കെല്ലാം വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പണ്ട് 10,000 രൂപ കിട്ടിയാൽ 10 കൊല്ലം കഴിയുമ്പോൾ അത് 1 ലക്ഷം രൂപ കിട്ടണം. അത്തരത്തിലുള്ള ജീവിത സൂചികയാണ് ഉയരുന്നത്. പണ്ട് 10 കൊല്ലം മുമ്പ് 15 20 രൂപ കൊടുത്ത് അരി വാങ്ങിച്ചപ്പോൾ ഇന്നത് 30 രൂപ ആകുന്ന സാഹചര്യത്തിലെത്തി. അതുപോലെ ജീവിത സൂചിക ആ തരത്തിൽ ഉയരുമ്പോൾ അതിനനുസരിച്ച് വരുമാനം ഉയരുന്നുണ്ടോ? രാജ്യത്തിന് പുരോഗതി പ്രാപിച്ചപ്പോൾ ഓരോ പൗരനും അതുപോലെ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മള് മൂക്കത്ത് കൈവച്ചു പോവും, നമ്മൾ അന്തം വിട്ടു നിന്നു പോവും. അത്തരത്തിലുള്ള സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് പുരോഗതിയില്ല, ജനങ്ങൾ അധോഗതിയിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ സാഹചര്യം. അതിന് മാറ്റമുണ്ടാകണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും
ദൃശ്യമാധ്യമങ്ങൾ ഇവയും ഇവിടുത്തെ വ്യവസ്ഥാപന രാഷ്ട്രീയക്കാര് അവരവന്റെ പോക്കറ്റ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരനെ ജനങ്ങൾ വെറുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്നത് എന്തുകൊണ്ട് ജനങ്ങൾ വെറുക്കണം? രാഷ്ട്രീയക്കാരെ ജനങ്ങൾ വെറുത്താൽ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും ചിന്ത തിരിച്ച് അവർ മറ്റു രംഗങ്ങളിലേക്ക് അവരെ ശ്രദ്ധ തിരിച്ചു പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് ലാഭമായി. അതുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയത്തെ വെറുക്കണം. അത്തരത്തിൽ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നു. പൊതുജനത്തിന് രാഷ്ട്രീയത്തോട് വെറുപ്പുണ്ടാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ജനങ്ങള് ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെട്ടുള്ള എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാതെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി.